പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചനം പഠിക്കുവാനായി വളരെ ആത്മാർത്ഥതയോടെ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ റോമാ ലേഖനം തുടർമാനമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസിന്റെ തന്റെ നോട്ട്സ് ഇന്ന് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദൈവം തന്നെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ ബ്രദർ ഹറോൾഡ് പ്രാർത്ഥിച്ചാട്ട്, ബോംബെയിൽ നിന്ന് താൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. താൻ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ, സന്തോഷമായിട്ട് സ്തുതിക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ മരമില്ലാത്ത ദൈവവചനം പഠിക്കുവാൻ കർത്താവേ, അവിടുത്തെ വിധവാദത്തിൽ കർത്താവെ സ്തോത്രം കടന്നു വരാൻ തന്ന കൃപക്കാറ്റ് അന്നോട് സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം കൃപയും കണ്ണി മഹാദേവമുള്ള കർത്താവ്. സ്തോത്രം കർത്താവ്. ദേവദാസൻ കർത്താവ് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ കർത്താവ് വചനത്തിലെ മർമ്മങ്ങളെ കർത്താവെ ഞങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് ദാസന കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ കർത്താവ്, ദാസന നാവോട് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. ഹാലേലൂയ കർത്താവ്. മർമ്മത്തിൽ കർത്താവ് ദൈവജനത്തിന്റെ മർമ്മങ്ങൾ കർത്താവ് ദാസ വെളിപ്പെട്ട കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ ആത്മാവിൽ പഠിപ്പിക്കാൻ കർത്താവ് കൃപ ചേർന്നു കേട്ട് ഞങ്ങൾ ഒരു കർത്താവ് അനുഗ്രഹിക്കണം കർത്താവ്. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഭൗതിക ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളൊക്കെ കർത്താവ് വൃദ്ധമായി കർത്താവ് കേട്ട് മറക്കാതെ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ കർത്താവ് അത് ഹൃദയത്തിൽ കർത്താവ് സ്തോത്രം സംഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. ലോകത്ത് നാനാഭാഗത്ത് കർത്താവ് സ്തോത്രം ഇതിൽ കർത്താവ് പങ്കെടുത്തിരിക്കുന്ന ഓരോ ദേവദാസന്മാർ കർത്താവിന്റെ കരങ്ങളിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സ്തോത്രം. സർവർക്കും കർത്താവ് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവിന്റെ കരലോട്ട് പ്രാർത്ഥിക്കണം. ആഗ്രഹിക്കണം, മാനിക്കണം കർത്താവെ. സ്തോത്രം. ഈ താഴ്ന്ന കർത്താവ് സ്തോത്രം കർത്താവ് കർത്താവെ സ്തോത്രനായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നന്മകൾ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം. ഷാജിപാസനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, മാനിക്കണം കർത്താവ്. സ്തോത്രം. അല്ലെ കർത്താവ്. ഈ ക്ലാസ്സിൽ കടന്നു കർത്താവ് പഠിപ്പിക്കുന്ന ഓരോ ദേവദാസന്മാരെയും കർത്താവിന്റെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാധിക്കുക കൂടുതൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ കർത്താവ് നാമത്തിൽ അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. താങ്ക് യു ബ്രദർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം. ഈ ക്ലാസ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ രാജിച്ചാൻ, അതുപോലെ മറ്റെല്ലാവർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സാഹചര്യമുള്ള ആളുകളൊക്കെ ഞാൻ പതിവായി പറയുന്ന പോലെ നിങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കിയാൽ നന്നായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിന്റെ 2 ക്ലാസ്സിന്റെ നോട്ട് നമുക്ക് ലഭ്യമായിട്ടുണ്ടല്ലോ. നിങ്ങൾ അതിന്റെ പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ ഇനി 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി വിഷയാടിസ്ഥാനത്തിൽ 2-3 അധ്യായങ്ങളിൽ ഒരു വിഷയം, അതായത് 2-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങൾ, 2-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് ഈ ക്ലാസ്സിൽ. അത് ഒരു വിഷയമാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആ വിഷയാടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഈ പുസ്തകം തീരില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യം അങ്ങനെ മുമ്പോട്ട് പോകാനാണ് താല്പര്യപ്പെടുക. നിങ്ങൾക്ക് വിശദമായ നോട്ട് ലഭ്യമാകും എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. ശ്രദ്ധിക്കാം. റോമാലേഖനം 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 1-ാം അധ്യായം വിശാലമായി നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനപ്പുറമായി ഈ 1-ാം അധ്യായം കഴിഞ്ഞ് നാം 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ ക്രമീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായ അറിവുകൾ നൽകുന്ന നോട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ വിശദീകരണങ്ങളൊക്കെ വളരെ കൃത്യമായി നമുക്ക് പാലിക്കപ്പെടുവാൻ, അല്ലെങ്കിൽ ആ നോട്ടിലൂടെ നമ്മൾ എന്താണ് 1-ാം അധ്യായത്തിൽ വിശദമായിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. 2-ാം അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ യഹൂദന്മാരുടെ പാപം
എന്ന വിഷയം അത് വിശദമാക്കിക്കൊണ്ട് പാപത്തെ വെറുക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ് അപ്പോസ്തലനായ പൗലോസ്. ഒപ്പം തന്നെ റോമൻ സഭയിലെ യഹൂദന്മാർ, യഹൂദേതര വിശ്വാസ സമൂഹം കൃത്യമായി പാലിക്കപ്പെടേണ്ട നിയമങ്ങളും നിയമാവലികളും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ ആവശ്യമായ സംഗതികൾ എന്തൊക്കെയാണെന്ന് കൂടിയാണ് 2-ാം അധ്യായം വിശദമാക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക. നമുക്കറിയാം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളിൽ യഹൂദന്മാരല്ലാത്ത ആളുകളുടെ ധാർമ്മികതയെ കുറിച്ചുള്ള വിശദീകരണമാണെങ്കിൽ അതൊരു നിരാശജനകമായ ചിത്രമായി അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നു. കാരണം മുൻകാലങ്ങളിൽ തുടർന്നു വന്ന പല നയങ്ങളും വിശ്വാസ പ്രഖ്യാപനങ്ങളും സ്വീകരിച്ചു വന്ന പല കാര്യങ്ങളും വീണ്ടും തുടർന്നു വരാനുള്ള ഒരു വലിയ ഒരു വ്യഗ്രത അവരുടെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് യഹൂദ ജനത്തിന്റെ ധാർമ്മിക അവസ്ഥ എന്താണെന്നാണ് വിശദീകരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സഭയിൽ നിലനിന്നിരുന്ന ഒരു കാര്യം താൻ സൂചിപ്പിക്കുന്നത്, മോശയുടെ ന്യായപ്രമാണം കൃത്യമായി പാലിച്ചു വന്ന് ന്യായപ്രമാണം മുമ്പോട്ട് വെച്ചിട്ടുള്ള എല്ലാ ആശയങ്ങളെയും സ്വീകരിച്ചു വന്ന് അത് ജീവവാക്യമായി അല്ലെങ്കിൽ അവരുടെ ജീവാത്മാവും പരമാത്മാവുമായി വിശ്വാസത്തിന്റെ മൂലാധാരമായി അവരുടെ ധാർമ്മികതയുടെ അടിസ്ഥാന തത്വമായി അവരുടെ മതപരമായ ചിന്തയുടെ കേദാരങ്ങളായി ഉന്നതിയായി ഒപ്പം തന്നെ അവരുടെ സാധാരണ ജീവിതത്തെ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വീക്ഷണഗതിയായി ചിന്തയായിട്ടൊക്കെ ന്യായപ്രമാണത്തെ അവർ സ്വീകരിച്ചു വന്നു. അത് വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രമാണത്തിന്റെ പിൻബലത്തിൽ ജീവിതചക്രം മുൻപോട്ട് കൊണ്ടുപോയ ജീവിതചര്യ നയിച്ചു വന്ന യഹൂദന്മാർക്ക് സഭയിൽ എത്തിയിട്ട് പോലും മറ്റുള്ള ആളുകളെ, സഭാതേതര മറ്റുള്ള ആളുകളെയൊക്കെ കേവലം പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു 2-ാം കിട പൗരന്മാരെന്ന നിലയിൽ അവർ പരിഗണിച്ചു എന്നുള്ള ഏറ്റവും വിപത്തായ, ഏറ്റവും അധാർമികതയുടെ വിപത്തായിട്ടാണ് പൗലോസ് മുൻപോട്ട് വെക്കുന്നത്. അതാണ് ഈ അധ്യായത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ യഹൂദന്മാരുടെ ഇത്തരത്തിലുള്ള ഒരു ആശയങ്ങളും ചിന്തകളും ഒക്കെ നിശിതമായി വിമർശന വിധേയമാകണം, പഠന വിധേയമാകണം, അവർക്ക് ബോധ്യപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ താൻ ചിന്തിക്കുന്ന ചിന്തകളുടെ ഒരു വീക്ഷണം നമ്മൾ പഠിച്ചാൽ, അല്ലെങ്കിൽ ചിന്തയുടെ അന്തർധാര നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, പാപം എന്ന് പറയുന്നത് സർവലൗകികമാണെന്നും സാർവത്രികമാണെന്നും അതിന് യഹൂദേതര വ്യത്യാസമില്ലാതെ എല്ലാവരും പാപത്തിൽ കഴിയുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ്. ഇനി ദൈവം തന്നെ ന്യായവിധി നടത്തുമ്പോൾ മുഖപക്ഷമില്ലാതെ ഏതെങ്കിലും ഒരു വരേണ്യവർഗത്തിനു വേണ്ടി, യഹൂദന്മാരെന്ന് പറയുന്ന വരേണ്യവർഗത്തിന് ഒരു പ്രത്യേകം സംവരണം ചെയ്യപ്പെട്ടതൊന്നാണ് പാപക്ഷമി എന്ന് ചിന്തിക്കാതെ, എന്ന് പറഞ്ഞാൽ അത് പൗലോസ് കൃത്യമായിട്ട് അവിടെ പറയാൻ കാര്യം, മുൻകാലങ്ങളിൽ ന്യായപ്രമാണത്തെ കൃത്യമായി പാലിക്കുകയും അതിന്റെ പ്രമാണങ്ങളെ ഉറക്കെ പറഞ്ഞ് ജീവിതചര്യ ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നവരായതുകൊണ്ട് തന്നെ ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രമാണമുള്ളവനും പ്രമാണമില്ലാത്തവനും തെറ്റുകാരനെങ്കിൽ ദൈവം ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് മുഖത്തു നോക്കി പറയാനുള്ള ആർജവമാണ് ഈ 2-ാം അധ്യായത്തിൽ പറയുക. ഇനി ശ്രദ്ധിച്ചേ, പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ നിലവിലുണ്ടായിരുന്ന സാംസ്കാരിക പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കണം. പൗലോസ് പറയുന്ന, അല്ലെങ്കിൽ പൗലോസ് എഴുതുമ്പോൾ നിലവിൽ അന്നത്തെ സാധാരണ വായനക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ താൻ എഴുത്തുകളെ ചില രീതികൾ അവലംബിച്ചിരുന്നു എന്ന് നമുക്കറിയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ 80-ന്റെയും 85-ന്റെയും 70-ന്റെയും അല്ലെങ്കിൽ 80, 85, 90 കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ നാട്ടിൻപുറങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ
പൈപ്പും ചോട്ടിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത് അന്നത്തെ മാപ്രസിദ്ധീകരണങ്ങളിൽ വന്ന് ഒരു പക്ഷേ അന്നത്തെ കഥയുടെ ആ ഭാഗമാകാം. സീരിയലൊക്കെ ഇത്രയധികം ജനകീയമാകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ വായനാശീലങ്ങളിൽ അവരുടെയൊക്കെ മനസ്സിൽ അവരുടെയൊക്കെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നത് കുഞ്ഞാറ്റക്കിളിയും അല്ലെങ്കിൽ ശോഭയെ കാണാനില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഈ നോവലുകൾ മാത്യുമറ്റത്തിന്റെ ഇല്ലിക്കാടും ഒക്കെ ആയിരുന്നു. ഇത് ഈ പഴയ മംഗളവും മനോരമയൊക്കെ വായിച്ചിട്ടുള്ളവരുണ്ടോ? വായിച്ചിട്ടുള്ളവരുണ്ട് കൈമുഖിക്ക്? പഴയ മംഗളവും മനോരമയൊക്കെ അത് എഴുതി നിർത്തുന്നത് വളരെ ആശങ്കയോട് വളരെ ഉദ്വേഗജനകമായിട്ടാണ്. അന്ന് രാത്രിയിൽ ഭയങ്കര ശക്തമായ മഴയായിരുന്നു. ഇടിയും മിന്നലും ഒരുപോലെ വന്നിരുന്ന സമയത്ത് അവൾ ഓടി ആ മുറിക്കകത്തേക്ക്, ആ വീട്ടിനകത്തേക്ക് കയറി. വാതില് പൊട്ടി അടയ്ക്കപ്പെട്ടു. പൂരാക്കുരിയിലിട്ട് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു. പുറത്തെ ശക്തമായ ഇടിയും മഴയും. അകത്തെ പേടിക്കരന്റെ ഒരു മൂലയിൽ ചുരുണ്ടിക്കൂടിയിരിക്കുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒരു കാലൊച്ച നടന്നു വരുന്നു. ഇരുട്ടിൽ അതാരാണ് തിരിച്ചറിയാൻ കഴിയാതെ അവൾ പുതച്ചിരുന്ന നനഞ്ഞ ആ വസ്ത്രം ഒന്നുകൂടി തലയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ചുരുണ്ടുകൂടി ഭയത്തോടുകൂടി നോക്കിയിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള വലിയ ജിജ്ഞാസയോടുകൂടി ആയിരിക്കുമ്പോൾ കാലത്ത് അടുത്തടുത്തടുത്ത് വന്നു. ബ്രാക്കറ്റ് തുടരും. ഞാൻ കൊച്ചിന്റെ മനസ്സിലാകെ പ്രശ്നം അവക്ക് എന്നാ പറ്റി എന്നുള്ള ഒരു വലിയ ആശങ്ക. അത് പൈപ്പും ചോട്ടിലേക്ക് ചർച്ച വരും. അതുപോലെ തന്നെ പലയിടങ്ങളിലേക്കും ചർച്ചയുടെ വിശാലത നീളും, അല്ലേ? അതൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇന്ന് അതൊക്കെ മാറി നമ്മുടെ അതൊക്കെ ഏറ്റെടുത്തു. ഞാനിത് പറയാൻ കാര്യം, ഏതൊരു എഴുത്തിന്റെയും ഒരു സാധാരണക്കാരന്റെ മനസ്സിനെ പെട്ടെന്ന് ഗ്രസിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഒന്ന് അതിന്റെ ടൈറ്റിലാണ്, പിന്നെ അതിന്റെ ഇൻട്രോയാണ്, എഴുത്തിന്റെ ശൈലിയാണ്. ഈ ഓരോ എപ്പിസോഡും എഴുതി നിർത്തുമ്പോൾ ഞങ്ങളൊക്കെ ടെലിഫിലിം, ഞാൻ ഒരു 60-65 ടെലിഫിലിമുകളും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചാനലിൽ വർക്ക് ചെയ്തപ്പോൾ എഴുതുകയും ഡയറക്റ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് 325 റേഡിയോ നാടകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സംഗതി എപ്പിസോഡ് കൊണ്ട് നിർത്തുന്നത് അടുത്ത കാണാനുള്ള ഒരു ത്വര ഈ കാഴ്ചക്കാർക്ക് ഉണ്ടാക്കുന്ന നിലയിലാണ്. ഞാൻ ഇത് പറയാൻ കാര്യം, പൗലോസ് തന്റെ എഴുത്തുകളിലൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ശക്തമായ താത്വിക അല്ലെങ്കിൽ തത്വപരമായ ചിന്തകളെ കോർത്തിണക്കിക്കൊണ്ട് നിലവിലുണ്ടായിരുന്ന തത്വചിന്തകൾക്ക് സമാനമായി അത്തരം ചിന്തകളെ വായനക്കാരന്റെ മനസ്സിലേക്ക് ഒന്ന് ഊറിയിട്ടിട്ട് അത്തരം ചിന്തകളിലൂടെ ജനത്തെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പൗലൂസിന്റെ എഴുത്തുകൾ എന്ന് പറയുന്നത്. ഈ ശ്രദ്ധിച്ചേ, 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള 3-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യം, 2-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ ഇത്തരം ചിന്തയുടെ ഒരു വലിയ സ്വാധീനം നമുക്ക് കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? അന്ന് ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രബലമായ തത്വചിന്തകളിൽ ഒന്നായിരുന്നു സ്റ്റോയിക് മതം എന്ന് പറയുന്നത്. ഈ മതത്തിന്റെ സ്വാധീനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോയിക് മതത്തിന്റെ ചിന്തകളും പഠനങ്ങളും പഠിപ്പിക്കലും ഒക്കെ അന്ന് വളരെ പ്രചാരമായിരുന്നു. എല്ലാവർക്കും അറിവുള്ള കാര്യമായിരുന്നു. എന്താ ഈ സ്റ്റോയിക് മതം എന്ന് പറഞ്ഞാൽ? സിനോ ഓഫ് സിറ്റിയം അഥവാ സിനോ എന്ന് പറയുന്ന ഈ സ്റ്റോയിക് മതത്തിന്റെ സ്ഥാപകന്റെ പേരാണ് സെനോ ഓഫ് സിറ്റിയം എന്ന് പറയുന്ന വ്യക്തി, അഥവാ സെനോ. അദ്ദേഹം ക്രിസ്തുവിന് മുമ്പ് 334 സൈപ്രസിൽ, ഇന്നത്തെ സൈപ്രസിൽ അഥവാ അന്നത്തെ ലാർജ പ്രദേശം എന്ന് പറയുന്ന ഇന്നത്തെ സൈപ്രസിൽ നഗരത്തിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരനായിരുന്നു. പിതാവ് ഒരു വ്യാപാരിയായിരുന്നു. യുവാവായിരിക്കുമ്പോൾ തന്നെ ഈ സിനോയും വ്യാപാരത്തിൽ ഏർപ്പെട്ടു. ഒരു കടൽ യാത്രയിൽ അദ്ദേഹത്തിന്റെ കപ്പൽ അപകടത്തിൽപ്പെടുകയും തന്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തു. നിരാശയോടുകൂടി താൻ വീണ്ടും വീട്ടിലേക്ക് മടങ്ങി വന്നിട്ട് താൻ ചെയ്ത കാര്യം ഏതൻസിലേക്ക് കുടിയേറി അവിടെ വന്ന് താൻ തത്വചിന്ത പഠിക്കാൻ ആരംഭിച്ചു. തന്റെ ബുദ്ധിയും തന്റെ ചിന്തയെയും ബുദ്ധിയെയും തന്റെ ജീവിതത്തെയും സ്വാധീനിച്ച
ആ വേദനയും ദുഃഖത്തെയൊക്കെ മറക്കാൻ ചിന്താപരമായി തനിക്ക് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ ഇത് പഠിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പഠിച്ച് പുരാതനമായ ഗ്രീക്കിലെ അനേക തത്വചിന്തകന്മാരുടെ അടുത്ത് താൻ വിദ്യാഭ്യാസം നടത്തി. അതിനുശേഷം താൻ എന്ന് പറയുന്ന അഥവാ സ്റ്റോവാപ്പൊയ്ക്കിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മണ്ഡപത്തിൽ ആളുകളെ കൂട്ടി താൻ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആരംഭിച്ചു. ആ മണ്ഡപത്തിന്റെ പേരാണ് സ്റ്റോവ ഇതിൽ നിന്നാണ് സ്റ്റോയിസം എന്ന പേരുണ്ടായത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികപരമായ ബുദ്ധിപരമായ ചിന്താ സരണിയുടെ അടിസ്ഥാനത്തിൽ അവര് ആത്മീയത്തിനപ്പുറമായിട്ട് നമുക്ക് നമ്മുടെ പച്ചയായ ജീവിതത്തെ ജീവിതം സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും അതിജീവിക്കാനും വിജയത്തെ സ്വീകരിക്കാനും ഒക്കെ ആവശ്യമായത് ചിന്താപരമായ കാര്യങ്ങളിലൂടെ എന്ന അർത്ഥത്തിൽ അവരുടെ ഒന്നാമത്തെ പഠിപ്പിക്കലുകൾ നമ്മൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങളെ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഈ നിയന്ത്രിക്കാനാവാത്ത കാര്യങ്ങളെ പരാതിയില്ലാതെ സ്വീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു പഠിപ്പിക്കൽ. ഇനി യഥാർത്ഥ സന്തോഷം സമ്പത്തിലോ പ്രശസ്തിയിലോ അല്ല, മറിച്ച് സദ്ഗുണപരമായ ജീവിതത്തിലാണ്. കുറെ ഗുണം ചെയ്താൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സാഹചര്യങ്ങൾക്കല്ല, അവയോടുള്ള പ്രതികരണത്തിനാണ് പ്രാധാന്യം. നമുക്കുണ്ടാകുന്ന സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, അവയോട് നമ്മുടെ ബുദ്ധിപരമായ, ചിന്താപരമായ, ആശയപരമായ, പിന്നെ നമ്മുടെ തത്വപരമായിട്ടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്, അതിനോടാണ് പ്രാധാന്യം. ശ്രദ്ധിക്കണം, ഈ സ്റ്റോയിക്ക് ചിന്താഗതിയാണ് ഈ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ഈ സ്റ്റോയിക്ക് ചിന്താഗതി പറഞ്ഞു പോയാൽ എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ അല്പം കൂടി ഇറങ്ങി വിശദീകരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഈ ക്രിസ്തുവിന് ശേഷം മുൻപ് 262 BC ഇദ്ദേഹം മരിക്കുന്നു. എന്നാൽ പിന്നീട് ഇദ്ദേഹത്തിന്റെ ചിന്തകൾ റോമാ നഗരത്തിൽ വളരെ ശക്തമായി ലോകം മുഴുവൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റോമയിൽ, പ്രത്യേകിച്ച് ഗ്രീക്കിലൊക്കെ ആ പ്രദേശത്ത് പൗരാണിക കാലത്ത് ശക്തമായി നിലകൊള്ളാൻ ഇടയായിട്ടുണ്ട്. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വികാരങ്ങളെ അടിച്ചമർത്തിയിട്ട് വിവേകത്തെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വിവേകപൂർണമായി പെരുമാറാൻ കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സ്റ്റോയിക്ക് ചിന്ത എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ചേ, പൗലോസ് ഇത്തരം ബൗദ്ധിക ബുദ്ധിപരമായ, തത്വപരമായ, ആശയപരമായ, ചിന്താപരമായ കാര്യങ്ങൾ കൊണ്ട് വൈകാരിക തലങ്ങളെയും, ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ നിയന്ത്രണ വിധേയമാക്കി നമുക്ക് ജീവിതത്തെ മുൻപോട്ട് പോകാൻ കഴിയുക. നമ്മുടെ വൈകാരിക തലങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതല്ല ലക്ഷ്യം, മറിച്ച് നമുക്ക് വിവേകത്തോടു കൂടി പെരുമാറാൻ കഴിയുക, അവയെ നിയന്ത്രിക്കാൻ, വിവേകത്തോടു കൂടി നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇത്തരം ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് 2-ാം അധ്യായത്തിൽ ഈ ഒരു പൗലോസ് തന്റെ സ്റ്റോയിക്ക് ചിന്തയോട് സമാനപരമായിട്ടുള്ള, അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്റെ എഴുത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് വാദപ്രതിവാദം നടത്തുന്ന ഒരാളോട് പോലെ, എന്ന് പറഞ്ഞാൽ തന്റെ എഴുത്തിലൂടെ മറ്റുള്ള ആളോട് വാദിക്കുന്ന പോലെയാണ് താൻ ആ കാര്യങ്ങൾ എഴുതി അവരെ പരിചയപ്പെടുത്തുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ കൊണ്ട് ഉത്തരം നൽകാതെ, ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും അവർക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന രീതി. ഇനി ബുദ്ധിപരമായ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും അവർക്ക് തത്വപരമായ ചിന്തകൾ പറയുകയും ചെയ്യുക. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ഈ സ്റ്റോയിക്ക് ചിന്തകൾ പഠിച്ചാൽ ഇതൊരു ആത്മീയ ചിന്തയാണ് ചിന്തിച്ചേക്കാം. പക്ഷേ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളാണ്. അതുകൊണ്ട് അത് ക്രിസ്തീയതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇത്തരം ഒരു രചനാ ശൈലി താൻ സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ മനസ്സിലാക്കണം അത്. അപ്പം ഇവിടെ രണ്ടുപേര് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്ന പോലെയുള്ള രചനാ രീതിയാണ് താൻ സ്വീകരിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ പാപത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലിൽ യഹൂദന്മാരെ ബോധ്യപ്പെടുത്തുമ്പോൾ പ്രധാനമായ ആശയങ്ങൾ നമുക്ക് ഇങ്ങനെയാണ് സംഗ്രഹിക്കാൻ കഴിയുക. വാക്യം 11 ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്ന് പറഞ്ഞാൽ, എതിർ നിൽക്കുന്ന ഒരാള് ദൈവത്തിന് മുഖപക്ഷമുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ, വായനക്കാരന്റെ മനസ്സിൽ, പ്രത്യേകിച്ച് യഹൂദ ക്രിസ്ത്യാനികളായിരിക്കുന്ന
അല്ലെങ്കിൽ റോമൻ സഭാ വിശ്വാസികളായിരിക്കുന്നവരുടെ മനസ്സിൽ മുഖപക്ഷം പക്ഷം അഥവാ ഈ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ എന്ന നിലയിൽ ശക്തമായ ചിന്തകൾ നിൽക്കുമ്പോൾ ദൈവത്തിന് ഇത്തരത്തിലുള്ള കാറ്റഗറിസം ഇല്ല, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റത്തില്ല. He does not categorize anyone else, whether the Jew or the Gentile. യഹൂദനെന്നോ യവനനെന്നോ അല്ലെങ്കിൽ ജാതിയെന്നോ ഉള്ളൊരു ഒരു വ്യതിരക്തത, വ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പൗലോസ് വളരെ ശക്തമായി ശ്രമിക്കുന്നു. ഒന്നാമത് താൻ പറഞ്ഞ കാര്യമാണ്. ഇനി ശ്രദ്ധിച്ചേ, രണ്ടാമത് താൻ പറയുന്ന ഒന്നാമത്തെ ചിന്ത, രണ്ടാമത് താൻ പറയുന്നതും ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും ആരും വിമുക്തരാണെന്ന് ചിന്തിക്കരുത്. 1 വാക്യം മുതൽ 11 വാക്യം വരെ വായിക്കുമ്പോൾ അതിന്റെ സംഗ്രഹമാണ് ഞാൻ ഈ പറയുന്നത്. ആരും ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുപോലെ ന്യായം വിധിക്കാൻ പ്രാപ്തനായ, ശ്രദ്ധിക്കണം ആ വാക്ക്, പ്രാപ്തനായ ഒരുവനാണ് ദൈവം. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന്റെ കൽപ്പനകളോട് ദൈവത്തിന് വിരോധമായി ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിക്കാത്തവരോട്, ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങളെ വ്യതിചലിക്കുന്നവരോട്, ദൈവത്തിന്റെ വഴിയിൽ നിന്നും വഴിമാറി സഞ്ചരിക്കുന്നവരോട് തീർച്ചയായിട്ടും മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കാൻ പ്രാപ്തനായ ഒരുവനാണ് എന്ന് യഹൂദൻ ഈ 2-ാം അധ്യായത്തെ താൻ വിശദീകരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ഇത്രയും വാക്യത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് പറയുന്നത്. ന്യായപ്രമാണം അവകാശപ്പെട്ടത് കൊണ്ട് കാര്യമില്ല, അനുഷ്ഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യം. വാക്യം 12 മുതൽ 16 വരെ, 2-ാം അധ്യായം 12 മുതൽ 16 വരെ എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ പറയുന്നത് തോറ, ന്യായപ്രമാണം, അത് ഞങ്ങളുടെ പിതാവായിരിക്കുന്ന മോശ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ആ തോറ അല്ലെങ്കിൽ ഈ ന്യായപ്രമാണം ഞങ്ങൾക്കുണ്ട് എന്ന്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അല്പം കൂടി പുണ്യമുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് അല്പം കൂടി മഹത്വമുള്ള ആളുകളാണ്, ഞങ്ങൾക്ക് അല്പം കൂടി സ്വീകാര്യതയുള്ള ആളുകളാണ്, ഞങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവത്തിന് ജനമെന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന ആളുകളാണ് എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ കരാങ്കുലികൾ കൊണ്ട് എഴുതി തിട്ടപ്പെടുത്തിയ, ഉറങ്ങുവാണോ എല്ലാരും? അല്ല സാറേ, അല്ല. പറഞ്ഞില്ലല്ലോ കേട്ടോ, ഞാൻ ഇത് ഇങ്ങനെ ശക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഈ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയല്ല. പ്രസംഗത്തിനകത്ത് ദൂത് വരും, വ്യാഖ്യാനം വരും, പ്രവചനം വരും, അല്ലേ, എന്തെല്ലാം കാര്യം വരും, അല്ലേ. അപ്പം പഠിപ്പിക്കുക, ശ്രദ്ധിച്ചേ. അപ്പം ഈ യഹൂദന്മാർ പറഞ്ഞെന്നറിയുമോ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്. എന്താ? ദൈവം തന്റെ കരാങ്കുലികൾ കൊണ്ട് തന്നെ എഴുതി ഞങ്ങൾക്ക് തന്ന ന്യായപ്രമാണം. അതുകൊണ്ട് ഞങ്ങൾ വിശുദ്ധരാണ്. നമുക്ക് ലഭിക്കുന്ന ചില പ്രമാണങ്ങൾ, ചില അവകാശങ്ങളുണ്ട്, ചില എന്താ പറയാ, പ്രിവിലേജുകൾ എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ, ചില സ്ഥാനമാനങ്ങൾ, ചില പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ഉയർത്തി കാണിക്കാൻ ചിലതൊക്കെ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിശുദ്ധരെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുക. കേരളത്തിൽ പെന്തക്കോസ്തന്റെ ആദ്യ വിത്ത് എഴുന്നത് ഞങ്ങളുടെ പറമ്പിലാണ് എന്ന് ഉള്ളത് കൊണ്ടും എന്ന് പറഞ്ഞാൽ കുക്കുസായ്പും ഉണ്ണി അപ്പച്ചനെല്ലാം കൂടി യോഗം നടത്തുമ്പോൾ ഞാനെന്നില്ല, പക്ഷെ ഞങ്ങളുടെ വല്യപ്പനുണ്ടായിരുന്നു. അവര് കൊടുത്ത സ്ഥലത്തിന്റെ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പന്തലിന്റെ ഒരു കുറ്റി, വലിയ പന്തല ഇട്ടത്, അതിനകത്ത് ഒരു കാല് ഞങ്ങളുടെ പറമ്പിന്റെ അതിനകത്തായിരുന്നു. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്തിന്റെ ആദ്യത്തെ വിത്ത് എറിഞ്ഞപ്പോൾ ഞങ്ങളുടെ പറമ്പിലാ വീണതെന്ന് അവകാശം പറയുന്ന ആളുകളുണ്ട്, അല്ലെ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? വിത്ത് വാരി എറിഞ്ഞപ്പോഴേ അല്ലെങ്കിൽ പന്തലിട്ടപ്പോൾ അതിന് ഒരു കാൽ ഞങ്ങളുടെ അതിരേലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനൊരു മുതൽ മുടക്കിയവരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ. അതിന് 4, 5, 6 തലമുറയൊക്കെ ആയി, 4, 5 തലമുറയായി എന്ന് പറഞ്ഞ് അവകാശം പറയുന്ന ആളുകളുണ്ട്. ഇതുപോലെ തന്നെ യഹൂദന്മാർ ലഭിച്ച പ്രമാണം പൗരാണികമായി തന്റെ പിതാക്കന്മാർ മുഖാന്തരം അവർക്ക് വേണ്ടി ലഭ്യമാക്കപ്പെട്ട തോറ കൈവശം വെച്ചുകൊണ്ട് എന്തെന്നറിയാമോ ജീവിക്കുക. ശ്രദ്ധിച്ചേ, ഒരു ദിവസം എനിക്ക് ശക്തമായ വയറ്റ് വേദന, ഭയങ്കര വയറ്റ് വേദന. ചെറുപ്പത്തിലാണേ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഞാൻ കോട്ടയത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ചെന്നു. പഴയ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്, ഇപ്പോഴത്തെ അല്ല. പഴയ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ അഴിക്കുള്ളിലൂടെ നോക്കിയാൽ, മോർച്ചറിയുടെ അഴിക്കുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ മോർച്ചറിക്ക് പോസ്റ്റ്മോർട്ടം നടക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് നന്നായി കാണാം. അതിന്റെ സൈഡ് വഴി പോകും, അല്ലെ ഒരു 2 കിലോമീറ്റർ മാറി എന്തായാലും കാണാം. അത്രയ്ക്കും
സെക്യൂർ ആണ് അന്നത്തെ കെട്ടിടമൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ 2ാം നമ്പർ മുതലാണ് മെഡിസിന്റെ ആളൻ ഡോക്ടർ ഇരിക്കുന്നത്. ഞാൻ വയറ്റുവേദന കൊണ്ട് ഓടിച്ചെന്ന് ആ ചീട്ടെടുത്ത് ഈ 2ാം നമ്പർ മുറി ചെന്ന് മരുന്ന് വേണ്ടി എന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ എന്നെ കണ്ടപ്പോ തന്നെ ഡോക്ടർ മരുന്ന് എഴുതി കഴിഞ്ഞു. സിപ്ലാന്റെ ഇന്ന മരുന്ന് കമ്പനി ഉൾപ്പെടെ പേരുൾപ്പെടെ എഴുതി കഴിഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഈ മരുന്ന് കഴിച്ചാൽ മതി. ഞാൻ വിവരം പോലും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു സാറേ എനിക്ക് ഇന്ന അസുഖമാണെന്ന് പറഞ്ഞപ്പോ അന്ന് ആ കൂടെ തന്നെ ഇതും കഴിച്ചോളാൻ പറഞ്ഞു. പുള്ളി വേറെ മരുന്ന് കൂടി എഴുതി. എന്നിട്ട് പറഞ്ഞ് ആദ്യത്തെ മരുന്ന് ഇവിടെ കിട്ടും, 2ാമത്തെ മരുന്ന് ഇവിടെ കിട്ടത്തില്ല. നേരെ അങ്ങോട്ട് നോക്കി ഞാൻ സർവീസ് നോക്കുമ്പോൾ ഞാൻ ഡെലിവറി നോക്കുമ്പോൾ എന്നെ ചൂണ്ടിക്കാണിച്ചു റിലയബിൾ മെഡിക്കൽസ്. അവിടെ കാണും ഈ 2ാമത്തെ മരുന്ന്, അത് വാങ്ങിച്ച് കുടിച്ചാൽ വേണ്ടി. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ കിട്ടിയ മരുന്ന് വാങ്ങിച്ചു. പിന്നീട് റിലയബിൾ മെഡിക്കലിൽ ഓടിച്ചെന്ന് ഈ മരുന്ന് വാങ്ങിച്ച് വയറ്റുവേദന ആദിത്യ നിമിത്തം പൈസ കൊടുത്തു. അന്നേരം തന്നെ പൊട്ടിച്ച് അവിടെ നിന്നും 1 അടപ്പ് 2 അടപ്പ് 3 അടപ്പ് സുഖമായിട്ട് കുടിച്ചു. ഡോക്ടർ അത് കഴിച്ചാൽ മതി, അന്നേരം വയറ്റുവേദന പമ്പ കിടക്കും എന്ന് പറഞ്ഞു. ഞാൻ അതും കഴിച്ചിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഇത് പമ്പ ഒന്ന് കടക്കുമോ എന്നറിയാൻ വേണ്ടി. വയറ്റുവേദന കൂടിയതല്ലാതെ എനിക്ക് യാതൊരു ശമനം ഉണ്ടായില്ല. ഞാൻ വീണ്ടും ഓടി ഡോക്ടറെ അടുക്കൽ ചെന്നപ്പോൾ ഡോക്ടർ എന്റെ തലക്കെട്ട് തട്ടിയിട്ടിട്ട് പറഞ്ഞു, മോനെ ഇത് വായിക്കാൻ പറഞ്ഞു. ഷെയ്ക്ക് വെൽ ബിഫോർ യൂസ് എന്ന് പറഞ്ഞാൽ ഇത് കുടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ശരിക്കും ഒന്ന് കുലുക്കണം, കുലുക്കിട്ട് വേണം കുടിക്കാൻ. ഇത് കുലുക്കാതെ കുടിച്ചാൽ യാതൊരു വിധമായിരിക്കുന്ന ഗുണവുമില്ല. ഇത് കുലുക്കിയിട്ട് കുടിക്കുമ്പോഴാണ് ഗുണം. ഞാൻ അവിടെ നിന്ന് വീണ്ടും കുലുക്കിയിട്ട് 1 ഔൺസ് കൂടി കുടിച്ചു. എന്റെ വയറ്റുവേദന പോയി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? നമ്മുടെ ഈ തോറായിട്ട് അല്ലെങ്കിൽ ഈ പുസ്തകമായിട്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് വായിക്കാറില്ല, ഇത് എടുക്കാറില്ല, ഇത് ചിന്തിക്കാറ് പോലുമില്ല. ഞങ്ങളുടെ കാലത്തിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബൈബിൾ ഞായറാഴ്ച അദ്ദേഹം ചർച്ചയിൽ കൊണ്ടുപോകുന്ന നേരത്തെ ഒരു പ്രത്യേക ടവൽ പുള്ളിക്കുണ്ട്. അദ്ദേഹം ഈ ടവൽ ആദ്യം വിരിക്കുന്നതിന് മുമ്പ് ഈ ടവലെങ്കിൽ വിരിച്ച് ബൈബിൾ അവിടെ വെച്ച ശേഷമാണ് കത്തോലിക്കുന്ന വിശ്വാസം വന്ന ആളാണ് താൻ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം ആ ഞായറാഴ്ച അവിടെ ബൈബിൾ ഉപയോഗിച്ച ശേഷം അതുപോലെ മടക്കി ടവല് മടക്കിയിട്ട് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ബൈബിൾ വെക്കാൻ വേണ്ടി പ്രത്യേക ഒരു സ്ഥലമുണ്ട്. അവിടെ ഈ ടവൽ വിരിച്ച് ഈ ബൈബിൾ അവിടെ വെക്കുന്നു. പിന്നെ പിറ്റേ ഞായറാഴ്ച രാവിലെ എടുക്കുള്ളൂ. വലിയ പ്രയോജനമുണ്ട്. ഞാൻ പ്രകാശം മനസ്സിലാവുന്നുണ്ടോ? യഹൂദന്മാരുടെ കാര്യം ഇത്രേ ഉള്ളൂ. എന്താ അവർ പറയാ? തോറ ഞങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ അതനുഷ്ഠിക്കാതെ അത് ഉള്ളതിന്റെ ബലത്തിൽ പാപം ചെയ്യാൻ ശ്രമിക്കുന്ന, പാപം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. എന്ന് പറഞ്ഞാൽ തങ്ങൾ ഉച്ചൈശ്വരം വിളിച്ചു പറയുന്ന, തങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഏതു തത്വത്തിനും അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്യുന്ന പാപത്തെ പരിഹരിക്കാൻ കഴിയും എന്ന മൗഢ്യമായ മൂഢതയുള്ള ഒരു ചിന്ത ഭരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ സഭയിൽ സത്യമായി നിൽക്കുന്നു. ഇന്നും അതൊന്നും ഒട്ടും വ്യത്യസ്തമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായി ചെയ്യുകയും അനുവർത്തിക്കേണ്ട കാര്യം അനുവർത്തിക്കുകയും പറയേണ്ട കാര്യങ്ങൾ പറയുകയും ഏറ്റുപറയേണ്ട കാര്യങ്ങൾ ഏറ്റുപറയുകയും ഉച്ചൈശ്വരം വിളിച്ചു പറയേണ്ട കാര്യങ്ങൾ ഉച്ചൈശ്വരം വിളിച്ചു പറയും, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും ത്യജിക്കേണ്ടവ ത്യജിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കും പാപവിമുക്തി അഥവാ ശുദ്ധീകരണ പ്രാപിച്ചവരായി നമുക്ക് പോകാൻ കഴിയുക. ഇല്ല എങ്കിൽ കേവലം ശുദ്ധീകരണ തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആളുകൾ എന്നും പാപം ഏറ്റുപറയുന്ന ഒരു 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 ജീവിതചര്യ ഉണ്ടാക്കുന്ന ആളുകളായി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. ഇനി ശ്രദ്ധിക്കുക, 3ാമത്തെ കാര്യം 16-ാം വാക്യം മുതൽ 24-ാം വാക്യം വരെ 2-ാം അധ്യായം. യഹൂദന്മാർ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതിൽ കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു. ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ എന്ത് ചെയ്യുക? അവര് പരാജയപ്പെട്ടു പോയി. അതാണ് 2-ാം അധ്യായത്തിന്റെ ഏറ്റവും വലിയ കാര്യം. ശ്രദ്ധിക്കുക, പ്രമാണം കയ്യിരിക്കുമ്പോൾ തന്നെ അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ അതിൽ പരാജയപ്പെട്ടു പോയവർ. ഞാൻ ഈ കോവിഡ് വന്ന് വളരെ സീരിയസ് ആയ വ്യക്തിയാണ്. അച്ഛനൊക്കെ അറിയാം, വളരെ സീരിയസ് ആയ വ്യക്തിയാണ്. അന്ന് ഞാൻ 10 ദിവസം കൊണ്ട് 14 സിലിണ്ടർ ഉപയോഗിച്ചാണ്. 10 ദിവസം കൊണ്ട് ഈ ഓക്സിജന്റെ ഒക്കെ വിലയായി, ഈ ശ്വാസത്തിന്റെ വിലയൊക്കെ നമ്മൾ അന്നേരം തിരിച്ചറിയും. ഒരു 3 മണിയായപ്പോൾ കോവിഡിന് മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ വന്ന് കുളി കഴിഞ്ഞ് തോർത്തി കഴിഞ്ഞ് ഇരുന്ന് ഞാൻ കൃത്യമായി തോർത്താൻ കഴിയാതെ ശ്വാസം മുട്ടിയിരുന്ന ആളെ 7 മണി വരെ ഞാൻ ശ്വാസം മുട്ടി ഇങ്ങനെ വലിച്ച് വല്ലപ്പോഴും ശ്വാസം കെട്ടുന്ന അന്നേരമാണ് ഒരു ഓട്ടോക്കാരൻ, കോവിഡാണ് എല്ലാവർക്കും, ഞങ്ങൾക്കും വീട്ടിലും എല്ലാവർക്കും കോവിഡ്. ഞാൻ വന്ന് അവിടേക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ കിടന്ന് ഞാൻ സാക്ഷിയായിട്ട് പറയുന്നില്ല, ഈ 10 ദിവസം കൊണ്ട് 14 സിലിണ്ടർ, ഒരെണ്ണം ഈ മാസ്ക് വെച്ചിരിക്കുക, നമ്മൾ ബാത്റൂമിലേക്ക് പോകാൻ ഒരു 2 മിനിറ്റ് മാത്രം പോവുക, പെട്ടെന്ന് തിരിച്ചു വരിക, ഈ സാധനം എടുത്ത് വെക്കും. ഇത് തീരാറാവുമ്പോൾ നമുക്കറിയാം അത് കൃത്യമായി കിട്ടാതെ വരുമ്പം നമുക്കൊരു വല്ലാത്തൊരു മരണവപ്ലാളവും വല്ലാത്തൊരവസ്ഥ. അന്നേരം കൈവക്ക് കാണിക്കും, അന്നേരം അവര് അടുത്ത സിലിണ്ടർ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിയും. ഈ ചെറിയ സിലിണ്ടർ അല്ല, വലിയ കുറ്റി. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ?
ഞാനിത് പറയാൻ കാര്യം, ഇത് നമുക്ക് അകത്തോട്ട് ചെന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന മരണവെപ്രാളം പോലെ, ശ്രദ്ധിക്കുക, നമുക്ക് കൃത്യമായി ശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുക, ശ്വസിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുക, ഇത് ശ്വസിച്ചേ മതിയാകൂ എന്ന് ഒരു നിർബന്ധം ഉണ്ടാകുക, അതിന് തടസ്സമുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വെപ്രാളം, ഞാൻ ലളിതമായിട്ട് പറയാം, ഒരു 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 ആശങ്ക, ഒരു മരണവെപ്രാളം, അല്ലെങ്കിൽ വല്ലാത്തൊരു അവസ്ഥാവിശേഷം, ഒരു മാനസിക സംഘർഷം, ഒരു ശാരീരികമായ ഒരു പിടിമുറുക്കൽ, അല്ലെങ്കിൽ മരണവെപ്രാളത്തിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ, ഇതാണ് വാസ്തവത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഞാൻ ഒന്നും പറയുന്നു, ന്യായപ്രമാണം കൃത്യമായി നമ്മുടെ കരങ്ങളിലേക്ക് ഇരിക്കുമ്പോൾ ആ ന്യായപ്രമാണം ആണ് എൻ്റെ ജീവശ്വാസം എന്ന് ചിന്തിക്കാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനമാണ് കൃത്യമായി ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. ഈ യഹൂദന്മാരെയൊക്കെ വിട്ടേര്, ബൈബിൾ കൃത്യമായി അതിന്റെ പ്രമാണങ്ങൾ കൃത്യമായി പാലിക്കുകയും വായിച്ചു പഠിച്ചാൽ മതി. അത് എൻ്റെ ശ്വാസമാണ് ചിന്തിക്കുന്ന ഒരാൾക്ക് അതിനെതിരെ നിൽക്കുന്ന ഒന്നും സ്വീകരിക്കാൻ കഴിയുകയില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ നോർമലി ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമുക്കൊരു വിമിഷ്ടം ഉണ്ടാകും, അല്ലേ? ഇനി അതുമല്ല, നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധമായ എന്തെങ്കിലും ഒരു 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 സ്വാദോ അല്ലെങ്കിൽ ഒരു സ്വാദോ ഒരു മണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സ്മെല്ല് ഉണ്ടാകും, ഒരു ഒരു അസ്വസ്ഥത ഉണ്ടാകും. ഇനി ശ്രദ്ധിച്ചേ, ഇനി നമുക്ക് ഇത്തരം ഈ സ്മെല്ല് അല്ലെങ്കിൽ മണം ശ്വസിക്കാൻ കഴിയാതെ ആകുമ്പോൾ നമുക്ക് ഈ ഇത് വിമിഷ്ടമുണ്ടായി നമ്മളാകെ തുമ്മി ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മളിത് ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ എനിക്കിത് ശ്വസിക്കാൻ പറ്റാത്താണെന്ന് നമുക്ക് എപ്പോഴാണ് ബോധ്യമാകുന്നത്? നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യുക, ഈ ശ്വാസം വലിക്കുന്നത് നമ്മൾ പൈസ മുടക്കിയിട്ടുണ്ടോ? ഇല്ല, നമ്മളാരും പൈസ മുടക്കുന്നില്ല. നമ്മളാരും ഇതിനകത്ത് ഒരു പണിയും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഓർമ്മ നടന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുന്നത്? നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഈ 14 സിലിണ്ടർ വലിച്ചത് നമ്മുടെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് വലിച്ചതോട് ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരുന്നത്. കൃത്യമായിട്ട് എനിക്ക് 14 വലിയ സിലിണ്ടർ ആണ്. ഈ സിലിണ്ടർ ഞാനത് കണക്ക് കൂട്ടിയപ്പം ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് 45,000 രൂപ 19,000 രൂപ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കൊടുക്കേണ്ടി വന്നതിനും അന്നാണ് ഇതിന്റെ വില മനസ്സിലാകുന്നത്. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശ്വസിക്കുന്നതിന്റെ വില നമുക്കറിയാൻ പാടില്ല എന്നുള്ള പരാജയമാണ് എന്തും ശ്വസിക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. ശ്വസിച്ചിട്ട് ഒരു പ്രശ്നമില്ലല്ലോ, ഉണ്ടോ? ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, എന്തും ശ്വസിക്കാം, എങ്ങനെയും ശ്വസിക്കാം. ആര് എന്ത് കലക്കിയാലും അത് ശ്വസിക്കാനുള്ള ഒരു പ്രായോഗികമായ തന്റേടം നമുക്കുണ്ടായി. എന്താ? നമുക്ക് ശിക്ഷാവധി ഒന്നുമില്ല എന്നൊരു ചിന്തയാണ്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ ഈ ആത്മീയ ഗോളം എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ ഉണ്ടാകുന്ന സകല അഴുക്കുകളും ഇത്രയധികം വളരാനുള്ള കാരണം എന്താ? ഇത് ശ്വസിക്കുന്നത്, ഇത് ഞാൻ ശ്വസിക്കുന്ന എൻ്റെ ജീവശ്വാസമാണെന്നുള്ള തിരിച്ചറിവില്ലാത്തത് കൊണ്ട്, പോട്ടെ, നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിൽ അവർ പരാജയപ്പെട്ടു. ഇനി അടുത്ത 4-ാമത്തെ 25 മുതൽ 29 വാക്യങ്ങളിൽ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, ഹൃദയ പരിച്ഛേദനയാണ് ആവശ്യമെന്ന് അവർ പറയുന്നു. ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, ഹൃദയ പരിച്ഛേദന. ഇസ്രായേലിന്റെ വേർതിരിവിന് വേണ്ടി, ഈ സമ്മിശ്രമായ ജാതിക്ക് ദൈവമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ, കാണാത്ത ദേശം എന്ന് പറയുന്ന സുന്ദര വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള, ഒന്നുകൂടി ഞാൻ പറയുന്നു, കാണാത്ത ദേശം എന്ന് പറയുന്ന സുന്ദര വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രയാണത്തിൽ, സഞ്ചാര പദങ്ങളിൽ അവർക്ക് ഒരിക്കൽ പോലും മാലിന്യമുള്ളവരും പ്രമാണമുള്ളവരും പ്രമാണമില്ലാത്തവരുമായ ഒരു സങ്കര ജാതി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് ഇനി പ്രവേശിക്കണമെങ്കിൽ ജനത്തിന് ദൈവം എന്ന് പറയുന്ന അവരുടെ നടത്തിപ്പുകാരനുമായി ഒരു ബന്ധമുണ്ടാകണം എന്ന് ദൈവം തന്നെ എന്ത് ചെയ്തു, അങ്ങ് നിശ്ചയിച്ചു. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു കുഴപ്പമില്ല, രാവിലെയും വൈകിട്ടും പകല് മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, ഭക്ഷണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല വെള്ളം, പിന്നെ അടിച്ചാൽ മതി വെള്ളം ചീറ്റുന്നു, പിന്നെ കൈനീട്ടിയാൽ മതി വെള്ളം മാറുന്നു. എന്തെല്ലാം കാര്യപരിപാടികളുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഇടുന്ന ചെരുപ്പ് തേയുന്നില്ല, വസ്ത്രം ചുളുങ്ങുന്നില്ല, കാറ്റടിക്കട്ടെ, മണൽക്കാട്ടുണ്ടാകട്ടെ, ഒരു പ്രശ്നവുമില്ലാതെ എന്ത് ചെയ്യുക, സജീവമായി തന്നെ
ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കെന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. മുൻപോട്ട് പോകുമ്പോൾ ജനം ദൈവം തീരുമാനിക്കുന്നു, ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സങ്കര സംസ്കാരമുള്ളവരുമായി പുതിയ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള പ്രവേശനം അത് വളരെ ഈസി ഗോയിങ് ആയിട്ട് പോയാൽ ശരിയാകില്ല. ഇതിനകത്ത് കൃത്യമായി ഒരു പ്രമാണം വെച്ചുകൊണ്ട് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞ് ദൈവം അവർക്ക് ഒരു പ്രമാണവുമായി ബന്ധിക്കാനുള്ള ഒരു പുതിയ കൽപ്പന കൊടുക്കുന്നു, പരിച്ഛേദന എന്ന് പറയുന്നു. അത് അവർക്ക് കൊടുത്തതാ. പക്ഷേ ഈ പരിച്ഛേദന പിൻബലത്തിലാണ് ഇന്നും ഈ വിശ്വാസ സമൂഹം മുൻപോട്ട് പോകുന്നത്. ഈ യഹൂദന്മാരായ ആളുകൾ അവർ ചെയ്യുന്ന പാപത്തിന് പരിഹാരം എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾറെഡി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരിച്ഛേദനയേറ്റവിടെ പിൻതലമുറയാണ്. പിൻതലമുറ. ഈ പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അല്ലേ? ഇന്നലെ ചെയ്യുന്ന പല അബദ്ധങ്ങളും ഇന്നുകളിൽ അത് പരിചയവും നാളകളിൽ അത് പാരമ്പര്യവുമായി മാറുകയും ഇന്നലകളിൽ സംഭവിച്ച ഏതോ ഒരു അബദ്ധം ഇന്നുകളിൽ ഏതോ ഒരു പഴക്കം ഇന്നുകളിൽ അത് പരിചയമായി മാറും. നാളെ അതെന്ത് ചെയ്യാന്നറിയാമോ? അത് പാരമ്പര്യമായി മാറുക. ഇന്നലത്തെ അബദ്ധം അത് പഴക്കമാകുന്നു, ഇന്നത് പരിചയം, നാളെ അത് പാരമ്പര്യം. പണ്ടൊരപ്പച്ചൻ, ഒരു ക്രിസ്ത്യൻ വീടാണ്, പ്രാർത്ഥിക്കാൻ നേരത്ത് ഞാൻ പതിവായി പറയും, എടാ പൂച്ചയെ ഒന്ന് കമത്തി ഇട്ടേക്കാൻ കൊട്ടായിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹിക്കുന്ന ഒരു പൂച്ച എപ്പോഴും ഇവരുടെ കൂടെ തന്നെയാണ്. പ്രാർത്ഥിക്കാൻ നേരത്തും എന്ത് ചെയ്യും? ഇവരുടെ കൂടെ ഇങ്ങനെ, നമുക്കറിയാമല്ലോ ഈ പൂച്ചയും പട്ടിയും ഒക്കെ ഉള്ള പെറ്റുകൾ ഉള്ള വീടുകളിൽ എപ്പോഴും നമ്മുടെ ആയിട്ട് ഇങ്ങനെ മുട്ടിയിരുമ്പി ഇങ്ങനെ ഇരിക്കും. അത് പ്രാർത്ഥനയ്ക്ക് തടസ്സമായപ്പോ അപ്പച്ചൻ പറഞ്ഞു, മക്കളെ ആ പൂച്ച ഒന്ന് കമത്തിയേക്കാൻ പറ്റും. പിള്ളേർ ഓടി നടന്ന് പൂച്ചയെ പിടിച്ചെന്തി എന്നറിയാം, കമത്തിയിടും, കൊട്ടയ്ക്കകത്തിടും, പ്രാർത്ഥന കഴിയുമ്പോൾ തുറന്നു വിടും. ഇതെല്ലാ ദിവസവും നടക്കുന്ന ഒരു കാര്യപരിപാടിയാണ്. അതിങ്ങനെ വർഷങ്ങളായി നടന്നുകൊണ്ടേയിരുന്നു. അപ്പം അപ്പച്ചൻ ആദ്യം പറഞ്ഞു, പിന്നെ 2 പറഞ്ഞു, 3 പറഞ്ഞു, പിന്നെ അത് പറയാതെ തന്നെ പിള്ളേർ അതും ചെയ്തു. അതൊക്കെ ഒരു പരിചയമായി അങ്ങനെ ചെയ്തു വന്നേയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അപ്പച്ചൻ കാലയവനയ്ക്കുള്ളിൽ മറന്നു. അപ്പച്ചൻ മരിച്ചുപോയി. ഉടൻ തന്നെ അന്ന് വൈകിട്ട് നടന്ന പ്രാർത്ഥനയ്ക്കും പിള്ളേർ ഓടി നടന്ന എന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ ഈ പൂച്ച ഇല്ലെങ്കിലും എവിടെ ഒരു പൂച്ചയെ ഉണ്ടാക്കി ഒരു മൂടാൻ തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ പിന്നെയുള്ള തലമുറ മുഴുവൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴേ ആദ്യം അവർ എന്ത് ചെയ്യുന്നറിയോ? പൂച്ച ഇല്ലെങ്കിൽ പോലും ഒരു പ്രതീകമായിട്ട് കൊട്ട എന്ത് ചെയ്യും? അങ്ങ് കമത്തും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇന്നലകളിലെ അബദ്ധങ്ങൾ ഇന്നുകളിലെ പരിചയവും നാളെ അത് പാരമ്പര്യവുമായി മാറും. അതുകൊണ്ട് തന്നെ ഇപ്പം ഇവര് പറഞ്ഞത് തന്നെയാണ്, പരിച്ഛേദനയുടെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ, പുതിയ തലമുറയാണ്, ജെൻസിയാണ് ഞങ്ങൾ, പുതിയ തലമുറ. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ കണ്ടില്ലേ, ജെൻസി പിള്ളേരെല്ലാം കൂടി ഇന്ത്യയെ വറപ്പിച്ച് ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച് എന്തെല്ലാം ബഹളങ്ങളാണ് അല്ലേ? ഭരണകർത്താക്കന്മാർക്ക് പോലും മുട്ടുമടക്കേണ്ടി വന്നു. അപ്പം വാസ്തവത്തിൽ ഞങ്ങൾ പുതുതലമുറ എന്ന് പറയുന്നത്, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് ഇന്നലകളിൽ പരിച്ഛേദനയേറ്റവരാണ്. അതുകൊണ്ട് തന്നെ അതിൽ പിൻബലമുള്ള ആളുകളാണ്. അപ്പം അത്തരത്തിലുള്ള പാരമ്പര്യവും പരിചയവും തഴക്കവും പഴക്കവും ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്ത ശക്തമായി വന്നപ്പോൾ ഇനി പരിച്ഛേദന അഗ്രചർമ്മത്തിനല്ല, മറിച്ച് ഹൃദയത്തിനുണ്ടാവണമെന്ന് പൗലൂസ് അവരെ പഠിപ്പിക്കുക. 29 വരെ വാക്യങ്ങളിൽ ഹൃദയത്തിന്റെ പരിച്ഛേദന. എന്താ ഹൃദയത്തിന്റെ പരിച്ഛേദന? ഹൃദയത്തിന്റെ പരിച്ഛേദന നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ. ഈ ഹൃദയം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഹൃദയം, ഒറിജിനൽ ഹൃദയം ആരെങ്കിലും ഉണ്ടോ? ആരും കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. കോട്ടയം ഒരു ശാഖാന സാമി. ഞാൻ ആത്മീയാത്ര ടെലിവിഷൻ ചാനലിൽ പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം അവിടുത്തെ ബിലീവേഴ്സിന്റെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് മുമ്പ് അവർക്ക് അതിന്റെ എല്ലാ ഹോസ്പിറ്റലിന്റെ കംപ്ലീറ്റ് ഈ ഷൂട്ട് ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ പ്രോഗ്രാം എല്ലാം മെയിൻ പ്രോഗ്രാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവർക്കൊരു പഠിക്കാൻ വേണ്ടി, മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി റെഫറൻസ് വീഡിയോ ഉണ്ടാക്കണമായിരുന്നു. ഓപ്പൺ ഹാർട്ട് സർജറിയുടെ 3 പ്രാവശ്യം ഓപ്പൺ ഹാർട്ട് സർജറി ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ഒന്ന് വാൽവ് വെക്കുന്നത്, ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കുന്നത്, ഹൃദയത്തിന്റെ വാൽവ് പിടിപ്പിക്കുന്നത്, ഇങ്ങനെ 2-3 അങ്ങനെ 3 അപ്പം ഞങ്ങൾ പ്രത്യേക പരിശീലനം നേടിയ, അല്ലെങ്കിൽ ഒരാഴ്ച അതിനു വേണ്ടി ട്രെയിനിങ് ഒക്കെ എടുത്ത് പനിയൊന്നും വരാതെ ചെരുപ്പൊക്കെ മാറി പറയിട്ട് വോട്ടും ഒക്കെ ഇട്ട് അതിനകത്ത് കയറി ഇത് ഇങ്ങനെ ആദ്യം മുതൽ ഷൂട്ട് ചെയ്ത് ചെട്ടി വന്ന് ഇങ്ങനെ ഇവിടെ തുറന്ന് ഇങ്ങനെ പഠിക്കും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ ആദ്യം ആവശ്യപ്പെട്ട സാറേ എനിക്ക് ആ ഹൃദയം ഒന്ന് കാണിക്കാൻ പറഞ്ഞു. നേരം സാറെ ഡോക്ടർ കണ്ണൻ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ കൈ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ സാറേ ഇതിനകത്താണല്ലോ ഞാൻ ആ പുള്ളിയെ വെച്ചിരിക്കുന്നത്, എൻ്റെ
ഹൃദയത്തിനുള്ളിൽ ഇതിനകത്താണല്ലോ ഒരു ചെറിയ സംഗതി. അതിനെ സമ്പൂർണമായി അങ്ങ് മരിപ്പിച്ചിട്ടാണ് അതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം പേസ് മേക്കർ, അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടർ എല്ലാം ഘടിപ്പിച്ച് ജീവൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഹൃദയത്തിന് ഒരു പരിച്ഛേദന ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാമോ? ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റുകയെന്നൊന്നും അല്ല. നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളും ഇച്ഛകളും ആഗ്രഹങ്ങളും നമ്മുടെ സ്വീകരണങ്ങളും തിരസ്കരണങ്ങളും, ചുരുക്കം പറഞ്ഞാൽ ഞാനെന്ന വ്യക്തിയെ നിയന്ത്രിക്കുന്ന സകല വിധമായിരിക്കുന്ന മേഖലകളെയും സകല ഘടകങ്ങളെയും എന്ത് ചെയ്യാം? ശുദ്ധീകരണത്തെ വിധേയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അഴുക്കായ കേടായ ഭാഗം മാറ്റിവെച്ചിട്ട് അവിടെ മറ്റൊരു ഭാഗം അതേ പ്രവർത്തന ശക്തിയുള്ള, അതിനോട് യോജിക്കുന്ന, അതിനോട് വിധേയപ്പെടുന്ന, അതുമായിട്ട് അലിഞ്ഞു ചേരാൻ സാധ്യതയുള്ള, അതിലുപയോഗിക്കുന്ന മരുന്നുകളും അല്ല അതിന്റെ നൂലുകളും എല്ലാം ഈ ശരീരവുമായിട്ട് അങ്ങ് ഇഴുകിച്ചേരുന്ന സാധനമാണ് വെക്കുന്നത്. ചേരാത്ത വെക്കാറില്ലല്ലോ, നമുക്കറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നത് ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഏത് പ്രമാണമാണോ ആ പ്രമാണത്തോട് എന്ത് ചെയ്യണം? താതാത്മ്യം പ്രാപിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ഒന്നായി മാറുക എന്നാണ് എൻ്റെ അർത്ഥം. ചേർന്ന് നിൽക്കുന്ന ഒന്നായി മാറുക. മനസ്സിലായോ? ഹൃദയത്തിന് പരിച്ഛേദന ഒരു വ്യതിയാനം ഉണ്ടാകുക, കൃത്യമായിട്ട് വ്യതിയാനം ഉണ്ടാകുക, വളരെ കൃത്യമായി ഹൃദയത്തിന്റെ അല്ലെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സകല കാര്യത്തിന്മേലും ഒരു വലിയ മാറ്റം ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം. അപ്പം ഹൃദയ പരിച്ഛേദനയാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമാക്കി മുൻപോട്ട് പോകുന്നില്ല. ഇനി യഹൂദിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതൊന്നും നിഷേധിക്കുന്നില്ല കേട്ടോ. അതാണ് 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യം വായിക്കുന്നത്. 3-ാം അധ്യായത്തിൽ പ്രവേശിക്കുമ്പോൾ യഹൂദന്റെ പ്രത്യേകതകൾ എണ്ണി അവർ അവിടെ ഈ എഴുത്തുകാരൻ പറയുന്നു. ഒരുപാട് പ്രത്യേകത, നിങ്ങൾ ആ വാക്യം വായിച്ചാൽ മതി. ഒരുപാട് പ്രത്യേകത. അതിൽ നിന്നും നിഷേധിക്കാതെ തന്നെ അവരിൽ സജീവമായി കുടികൊള്ളുന്ന ചിന്തകളെയും ആശയങ്ങളെയും അവരുടെ ഇടയിൽ അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്ന പല പ്രവൃത്തികൾ, പല കാര്യഗതികളുമാണ് കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തുന്നത്. അതാണ് ഇവിടെ പൗലോസ് ഈ 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയും. 9 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാ മനുഷ്യരും പാപത്തിന് അധീനരാണെന്നും ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും പാപത്തിലാണ് കഴിയുന്നതെന്നും പൗലോസ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. ഇതാണ് നമുക്ക് ഈ പ്രധാനമായിട്ട് ഈ അധ്യായത്തിൽ നിന്നും പഠിക്കാനുള്ളത്. ഈ ശ്രദ്ധിച്ചേ. ഇനി 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിതാണ് മനസാക്ഷി എന്ന് പറയുന്നൊരു കാര്യം. മനസാക്ഷി എന്താ? മനസാക്ഷി എന്ന് പറയുന്നത്, ഈ മനസ്സും മനസാക്ഷിയും രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ പൗലോസ് 12 മുതൽ 16 വരെയുള്ള കാര്യങ്ങളിൽ യഹൂദേതരും തമ്മിൽ ദൈവസമക്ഷം ഒരു വ്യത്യാസമില്ല എന്ന് പൗലോസ് ഇവരുടെ ഈ വേർതിരിവുകളെ ചോദ്യം ചെയ്യുമ്പോൾ താൻ പറയുന്ന കാര്യം, ഈ യഹൂദന് ന്യായപ്രമാണമുണ്ട്, അല്ലെങ്കിൽ തോറായുണ്ട്, അത് വച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ അവൻ ശ്രമം നടത്തുമ്പോൾ, ന്യായപ്രമാണ പ്രകാരം ജീവിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ, യഹൂദനല്ലാത്തവൻ അവന്റെ മനസാക്ഷി അനുസരിച്ച്, എന്താ മനസ്സ്? നമ്മൾ ചിന്തിക്കുന്നത്, ഓർക്കുന്നത്, സങ്കല്പിക്കുന്നത്, തീരുമാനിക്കുന്നത് ആന്തരിക പ്രക്രിയയുടെ ഒരു പ്രതിഫലനമാണ്. നമ്മളെ കണ്ടുകൊണ്ട് കാണുന്നില്ല, നമ്മൾ തൊടുന്നില്ല, പക്ഷേ അതിന്റെ പ്രതിപ്രവർത്തനം അനുദിനം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ചിന്തയും ആശയങ്ങളും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ ഇച്ഛകളും നമ്മുടെ തൃഷ്ണകളും ഒക്കെ ഈ മനസ്സിന്റെ ഒരു പ്രഖ്യാപനങ്ങളോ അതിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ഇനി മനസാക്ഷി എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തികളെയും ഉദ്ദേശങ്ങളെയും നിശബ്ദമായി വിലയിരുത്തുന്ന ആന്തരികമായ ധാർമ്മിക ബോധമാണ്. അപ്പം മനസ്സിന്റെ ചിന്തകളെയും ആശയങ്ങളെയും തീരുമാനങ്ങളെയും സ്വീകരണങ്ങളെയും തിരസ്കരണങ്ങളെയും ഉദ്ദേശങ്ങളെയും ആഗ്രഹങ്ങളെയും തൃഷ്ണകളെയും ഒക്കെ ഇങ്ങനെ ശരിയായ നിലയിൽ നിശബ്ദമായി വിലയിരുത്തുന്ന ആന്തരികമായ ധാർമ്മിക ബോധമാണ് വാസ്തവത്തിൽ മനസാക്ഷി എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ യഹൂദേതരനായിരിക്കുന്നവൻ അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? മനസാക്ഷി അനുസരിച്ച്. മനസാക്ഷി എന്ന വാക്കിന് സുനൈഡേസിസ് എന്ന ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചത്. അതിന്റെ അർത്ഥം ഈ ഇത്തരം ചിന്തകളും ആശയങ്ങളും ഒക്കെ വെച്ച് പുലർത്തുമ്പോൾ തന്നെ
അതിനെയൊക്കെ വിലയിരുത്തപ്പെടേണ്ടത് ഒരു ധാർമ്മിക ചിന്തയുടെ അടിസ്ഥാനത്തിലാണെന്ന് അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ശ്രദ്ധിച്ചേ, നമ്മളൊക്കെ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകളാണ്. ബൈബിൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിലെ സകല നിയമങ്ങളും സകല പ്രമാണങ്ങളും അനുസരിച്ച് മുൻപോട്ട് പോകുന്ന ആളുകളാണ്. നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ആൻഡ്രോയിഡ് മൊബൈലിൽ നമ്മുടെ ആധാർ എല്ലാവർക്കും ഉണ്ടല്ലോ. ആധാറിലെ വിവരങ്ങൾ തിരുത്തി ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് ആധാറും റേഷൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കലെന്ന് പറഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന ആ സെക്കൻഡിൽ നമ്മളത് ചെയ്തിരിക്കും, അല്ലേ? വോട്ട് ചെയ്യാൻ പോയില്ല എന്ന് നമ്മൾ ആരും പറയാറില്ല. നമ്മുടെ സമ്മതിദാന അവകാശം നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ ആശയങ്ങളുള്ള നമുക്ക് പക്ഷമുള്ള ആളുകൾക്ക് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തും. ചുരുക്കം പറഞ്ഞ് നമ്മൾ ടാക്സ് കൊടുക്കും, വീടിന്റെ ടാക്സ് കൊടുക്കും. നമ്മുടെ ജോലി ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതിന്റെ ടാക്സ് കൊടുക്കും പഞ്ചായത്തിൽ. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല നിയമങ്ങളും നിയമാവലികളും അനുസരിച്ച് ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നോ എന്ന് പറയാൻ നമുക്ക് ആർജവമുള്ള പറയേണ്ട പല കാര്യങ്ങളോടും നോ എന്നും യേസ് എന്ന് പറയേണ്ടതിനോട് യേസ് എന്നും പറയാനുള്ള ഒരു തിരിച്ചറിവും ബോധ്യവും ഒരു ധാർമ്മിക ചിന്തയും നമ്മെ ഭരിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, മനസ്സിലായോ? അപ്പൊ മനസാക്ഷി എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം പ്രകാരം നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് വിലക്കുന്നതിനോട് നമ്മൾ യേസ് എന്ന് പറയുകയും ചെയ്യാം, കുഴപ്പമില്ല, അത് ഈ പ്രകാരം ഈ നിയമപ്രകാരം ശരിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ചെയ്യാനുള്ള ഒരുക്കം നമ്മളിലേക്ക് അല്ലെങ്കിൽ ഒരു ഉത്തേജനം ഒരു സ്റ്റിമുലേഷൻ നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അത്തരത്തിൽ നമ്മളെ എപ്പോഴും ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, എപ്പോഴും ഉദ്ദീപിപ്പിക്കുന്ന, നമ്മളെ ഉണർത്തുന്ന ഒന്നായി മനസാക്ഷി നമ്മോടൊപ്പം സഞ്ചരിക്കും. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ ഈ യഹൂദന്മാരും 12 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ മനസാക്ഷി എന്ന നിലയിൽ താൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇനി 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഹൃദയത്തിന്റെ പരിച്ഛേദന, യഹൂദന്റെ പ്രശംസാഹേതുവായ പരിച്ഛേദനയാണ് ഇവിടെ പരാമർശിക്കുന്നതെങ്കിലും ഇവിടെ പൗലൂസ് പറയുന്ന ആ പരിച്ഛേദനയുടെ വിശദീകരണങ്ങൾ ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ഒന്ന്, പരിച്ഛേദന എന്ന് പറയുന്നത് പൗലൂസ് പറയുന്നത് അതൊരു ഉടമ്പടിയുടെ അടയാളമാണ്. ഉടമ്പടിയുടെ അടയാളം, ഉടമ്പടി ലംഘിച്ചുകൊണ്ടുള്ള ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന നിലനിർത്തുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നാണ് പൗലൂസ് പറയുക. അതുകൊണ്ട് തന്നെ ഹൃദയ പരിച്ഛേദനയിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. അതാണ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചേ, ഒരു ഉടമ്പടിയുടെ അടയാളമായി നിലകൊള്ളുന്ന പരിച്ഛേദന എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ ദൈവവും ജനവും തമ്മിലുള്ള നീതിയുടെ, ന്യായത്തിന്റെ, വിശുദ്ധിയുടെ, ദൈവത്തോട് അടുക്കാനുള്ള ഒരു മാർഗത്തിന്റെ അടയാളമായി പ്രതീകമായിട്ടാണെങ്കിൽ ഇന്ന് അത് കാലഹരണപ്പെട്ടു പോകുകയും അതിന് ന്യായമായ വ്യവസ്ഥയിൽ ദൈവത്തിന്റെ നിയമവ്യവസ്ഥയിൽ യാതൊരു പ്രാമുഖ്യവും ഇല്ലാതിരിക്കെ നിങ്ങളുടെ ഹൃദയമാണ് പരിച്ഛേദനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടത്. ഒരു ധാർമ്മിക ബോധത്തോടു കൂടി നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ പ്രമാണമാണ്, ആ പ്രമാണം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് കൃത്യമായി പൗലൂസ് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ശ്രദ്ധിച്ചേ, ഈ രണ്ടാമത്തെ കാര്യം, ഈ പരിച്ഛേദന രഹിതമായ ഒരു യഹൂദൻ മോശയുടെ കൽപ്പനകളെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ആ കൽപ്പനയുടെ തത്വപ്രകാരം ജീവിക്കുന്ന പക്ഷം അനുസരണക്കേടിൽ ജീവിക്കുന്ന യഹൂദനേക്കാൾ അവൻ ശ്രേഷ്ഠനായിരിക്കും എന്ന് പൗലൂസ് പറയുന്നു. ഒന്നുകൂടി ഞാൻ വായിക്കാം ആ വാക്ക്. പരിച്ഛേദന രഹിതനായ ഒരു യഹൂദേതരൻ മോശയുടെ കൽപ്പനകളെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ആ കൽപ്പനയുടെ തത്വപ്രകാരം ജീവിക്കുന്ന പക്ഷം അനുസരണക്കേടിൽ ജീവിക്കുന്ന യഹൂദനേക്കാൾ അവൻ ശ്രേഷ്ഠനായിരിക്കും. എന്താ അർത്ഥം? പ്രമാണമുള്ള ഒരുവൻ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവൻ ശ്രേഷ്ഠനാണെന്ന് സ്വയം അവകാശപ്പെടുമ്പോൾ തന്നെ അവൻ ആ പ്രമാണം അംഗീകരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഈ പ്രമാണത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരുവൻ അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം അവനിൽ വളർത്തിയെടുത്താൽ അവനായിരിക്കും പ്രമാണമുള്ളവനേക്കാൾ എന്താ ശ്രേഷ്ഠൻ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? പ്രമാണം പറയുന്നു കരുണ ചെയ്യുവാനും നന്മ കാണിക്കാനും മടിക്കരുത് എന്ന് പറയുമ്പോൾ ആ പ്രമാണപ്രകാരം ഇതിനൊക്കെ വിലക്ക് കൊടുക്കുകയും ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന ഒരു പ്രമാണമുള്ളവനേക്കാൾ ഈ പ്രമാണം കേൾക്കുന്ന ഒരുത്തൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരാൾ ഇത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ
അവനാണ് അവന് പ്രമാണമൊന്നുമില്ല. പക്ഷേ അവൻ കേട്ടത് എന്താണോ അത് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുമ്പോൾ അവനാണ് ശ്രേഷ്ഠൻ എന്നാണ് പൗലൂസിന്റെ ഈ വാക്യങ്ങളുടെ വിശദീകരണത്തിന്റെ ലളിതമായ ആവിഷ്കാരം എന്ന് നമ്മൾ ചിന്തിക്കാൻ കഴിയും. ശ്രദ്ധിക്കുക, ഇനി തിന്മയിൽ ജീവിക്കുന്ന, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, തിന്മയിൽ ജീവിക്കുന്ന യഹൂദനേക്കാൾ ദൈവം അംഗീകരിക്കുന്നത് പരിച്ഛേദന രഹിതമായി ജീവിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയപരിച്ഛേദനയുള്ള ഒരു യഹൂദേതരനായിരിക്കും. ഇതാണ് പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം. ഇനി ആ വാക്യങ്ങളിൽ അവസാനത്തെ ഭാഗം ഹൃദയപരിച്ഛേദന, ജഡത്തിന്റെ പരിച്ഛേദനയല്ല, ഹൃദയത്തിന്റെ പരിച്ഛേദന ആവശ്യമാണെന്ന് താൻ പറയുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞ 2-ാം അധ്യായം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും പാപത്തെക്കുറിച്ചുള്ള കൃത്യമായ അടയാളപ്പെടുത്തൽ, ബോധ്യപ്പെടുത്തൽ യഹൂദന് നൽകിക്കൊണ്ടും, ഒപ്പം തന്നെ അന്നത്തെ പഴയ പ്രമാണങ്ങളും പുതിയ പ്രമാണത്തിന്റെ ഒരു താരതമ്യ പഠനം എന്ന നിലയിലാണ് ഈ എഴുത്തിൽ താൻ കൂടുതൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഇനി 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ യഹൂദന്റെ വാദമുഖങ്ങൾക്ക് മറുപടി എന്ന് പറഞ്ഞാൽ, തങ്ങൾ ശ്രേഷ്ഠനാണെന്നും തങ്ങളാണ് ഔന്നിത്യമുള്ള ആളുകളെന്നും, യഹൂദരെക്കാൾ പ്രമാണമുള്ള ഞങ്ങളാണ് എല്ലാം കൊണ്ടും ശ്രേഷ്ഠരെന്ന് അവർ അവകാശപ്പെടുമ്പോൾ, ഈ വാദമുഖങ്ങൾക്ക് വ്യത്യസ്തമായി അല്ലെങ്കിൽ മറുപടി എന്നോണമാണ് പൗലോസ് നിങ്ങളുമല്ല അവരുമല്ല, എല്ലാവരും ദൈവസന്നിധിയിൽ പാപം ചെയ്തു, അവർ തുല്യമായ തുല്യനാണെന്ന് താൻ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ, പ്രമാണം കൈവച്ചുകൊണ്ട് ഈ പ്രമാണം രക്ഷിക്കുമെന്നുള്ള മൗഢ്യമായ ചിന്തയിൽ പ്രമാണമുള്ള ആളുകളെന്ന് അവകാശം പറയുമ്പോൾ തന്നെ ഈ പ്രമാണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്ന് മൗഢ്യമായി ചിന്തിക്കുകയും അതിനുള്ള ക്രമീകരണം ജീവിതത്തിൽ ചെയ്യാതിരിക്കുകയും, ഒപ്പം തന്നെ ഞങ്ങൾക്ക് പ്രമാണമൊന്നുമില്ല, ഞങ്ങൾക്ക് എങ്ങനെ വേണം ജീവിക്കാം എന്നുള്ള സ്വന്തം മനസാക്ഷി കുത്തുന്നില്ല എങ്കിൽ, മനസാക്ഷി എന്ന കോടതിയുടെ മുമ്പിൽ ഞാൻ വിമുക്തനാണ്, ഈ കാര്യത്തിൽ കോടതിയുടെ വാദമുഖങ്ങളിൽ ഞാൻ സ്വതന്ത്രനാണ്, വിട്ടയക്കപ്പെട്ടവനാണ്, കുറ്റവിമുക്തനാണ്, അതുകൊണ്ട് ചെയ്യാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാം ദൈവസന്നിധിയിൽ തുല്യരാണ്, എല്ലാവരും പാപത്തിന് അധീനരാണ് എന്നാണ് 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ 9 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ താൻ പറയുന്നത്. യഹൂദനും യഹൂദേതരനും പാപത്തിൽ കഴിയുന്നു. ശ്രദ്ധിക്കുക, ഈ രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളെയും ചിന്തകളെയും ജനത്തെയും മുൻപിൽ വെച്ചുകൊണ്ട് പൗലോസ് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇനി 1-2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ യഹൂദന്റെ വാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പ്രമാണമുള്ളൂ എന്നൊക്കെ പറയുന്നവർക്ക് ഒരു മറുപടി എന്നോണം പൗലോസ് 3 ചോദ്യങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റോയിക്ക് ചിന്തയുടെ ഒരു സ്വാധീനം പോലെ എഴുത്തിന്റെ രീതിയിൽ സ്വയം ചോദിക്കുകയും അത് ഉത്തരം പറയുകയും ചെയ്യുന്ന പൗലോസിന്റെ രചനാശൈലി ഈ 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? യഹൂദനും യഹൂദേതരനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എങ്കിൽ, ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, യഹൂദനും യഹൂദേതരനും പാപം സംബന്ധിച്ച് തുല്യരാണ് എന്ന വാദമാണെങ്കിൽ, ദൈവത്തിന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഇസ്രയേൽ ഒരു മേന്മയും ഇല്ലാത്തവരാണെന്നാണോ? മനസ്സിലായോ? പൗലോസ് ചോദ്യം അതാണ്, ഉന്നയിക്കുന്ന ചോദ്യം അതാണ്. എന്ന് പറഞ്ഞാൽ, പാപം സംബന്ധിച്ച്, ജീവിതം സംബന്ധിച്ച്, പ്രമാണം സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുടെ ജീവിതക്രമങ്ങളിൽ ഉണ്ടാകുന്ന പിശകുകൾ സംബന്ധിച്ച് എല്ലാവരും തുല്യരാണ്, പ്രമാണമുള്ളവരും അല്ലാത്തവരും. മനസാക്ഷി അനുസരിച്ചാണെങ്കിലും പരിച്ഛേദന അനുസരിച്ചാണെങ്കിലും ഹൃദയപരിച്ഛേദനയ്ക്ക് അപ്പുറമായിട്ട് സ്വന്തം മനസാക്ഷിയുടെ അംഗീകാരത്തോടു കൂടി ജീവിക്കുന്നവരാണെങ്കിലും ഒക്കെ എല്ലാവരും തുല്യാണെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത ഈ ജനത്തിന് ശ്രേഷ്ഠതയില്ലെന്നുള്ളതാണോ? അല്ല, ഇവർക്കെല്ലാം ശ്രേഷ്ഠതയുള്ള ആളുകളാണ്. പക്ഷേ ഈ ശ്രേഷ്ഠത ഈ പാപം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ മാത്രം പറഞ്ഞ് ജീവിക്കാൻ അപ്പുറമായിട്ട് പാപം സംബന്ധിച്ചും അല്ലെങ്കിൽ ദൈവത്തിന് അനുസരണക്കേട് സംബന്ധിച്ചും ആര് ചെയ്താലും
എല്ലാവരും അതിനകത്ത് ദൈവം തെരഞ്ഞെടുത്ത ജനം എന്നോ ദൈവം തെരഞ്ഞെടുക്കാത്ത ജാതികളെന്നോ വ്യത്യാസമില്ല, മറിച്ച് എല്ലാവരും തുല്യരാണെന്നാണ് പൗലോസിന്റെ ഒന്നാമത്തെ വാദമുഖങ്ങളിൽ പറയാൻ കഴിയുന്നത്. ഇനി ശ്രദ്ധിച്ച്, രണ്ടാമത് യഹൂദൻ അവിശ്വസ്തത കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെ അവഗണിച്ചത് കൊണ്ട് ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ നിന്നും മാറിപ്പോകുമോ? അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശയം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ ജനമായി പരിഗണിക്കപ്പെടുന്ന സമയങ്ങളിൽ ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവം നമ്മുടെ വിശ്വസ്തതയിൽ ദൈവം നമ്മോട് ചെയ്തിട്ടുള്ള ഈ വാക്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വിശ്വസ്തതയുടെ ഏതോ ഒരു കണിക നമ്മളിലുണ്ട് എന്ന് ദൈവത്തിന് ബോധ്യമാകുന്ന സന്ദർഭങ്ങളിൽ ദൈവം നമ്മോട് ചെയ്തിട്ടുള്ള സകല വാഗ്ദാനങ്ങളും വാഗ്ദത്തങ്ങളും നമ്മൾ അവിശ്വസ്തരായാൽ പോലും ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മളിൽ നിർവഹിക്കാതെ പോകുകയില്ല. ഇനി നിർവഹിക്കുന്നില്ല എങ്കിൽ ദൈവം അവിശ്വസ്തനാകും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് അവിശ്വസ്ത ചെയ്തുകൂടാ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്മാറിപ്പോയി, അല്ലെങ്കിൽ പാപം ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ നമ്മുടെ വിശ്വസ്തതയിൽ നമ്മോട് ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകുകയില്ല. ഈ ശ്രദ്ധിച്ചേ, അത് ദീർഘമാകുകയില്ല കേട്ടോ. ഒരു പ്രാവശ്യം ദീർഘമാകുകയില്ല, എന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കത്തില്ല. ദൈവം നമ്മോട് എന്താണ് വാഗ്ദത്തം ചെയ്തത്, അത് കൃത്യമായി ദൈവം നമുക്ക് എന്ത് ചെയ്യും, നൽകിത്തരും. എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയുടെ ആ കാലങ്ങളിൽ ദൈവം നമ്മോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ദൈവം വിശ്വസ്തനായതുകൊണ്ട് നിർവഹിക്കും. അതിന് ഒത്തിരി ആയുസ്സുണ്ടാകുകയില്ല എന്ന് മാത്രം. ദൈവം നൽകും. പക്ഷേ അതുകൊണ്ട് തന്നെ നാം പ്രാപിക്കുന്ന നമ്മുടെ അവിശ്വസ്തതയിലും നാം പ്രാപിക്കുന്ന പല നന്മകളും കണ്ടോ, ദൈവം ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവത്തിനെതിരായിട്ടൊക്കെ നിന്നിട്ടും എന്തെങ്കിലും വലിയ ഇങ്ങനെയൊന്നും ദൈവ പ്രമാണം അനുസരിച്ചൊന്നും അല്ല ഞാൻ ഈ പോകുന്നത് എങ്കിൽ പോലും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ലേ എന്ന്, അതുകൊണ്ട് ഇങ്ങനെ എന്റെ ആയുഷ്കാലം മുഴുവൻ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന് ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ ഇന്നലകളിലെ ഏതോ ഒരു വിശ്വസ്തതയുടെ ചെറിയ കണികയിൽ ദൈവം നമ്മോട് ചെയ്തിട്ടുള്ള സകല വിശ്വസ്തതയും ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഇന്നലെയും ഇന്നും എന്നേക്കും ദൈവം അനന്യനായതുകൊണ്ടും വാക്കുമാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും അത് ദൈവത്തിന്റെ ഒരു കരുണയായതുകൊണ്ടും പ്രവൃത്തിയുടെ വലുപ്പമായതുകൊണ്ടും തന്റെ മഹത്വമായതുകൊണ്ടും ഒന്നുകൂടി പറഞ്ഞാൽ താൻ ദൈവമായതുകൊണ്ടും അത് മാറ്റത്തില്ല. അതിന്റെ അർത്ഥം നമ്മുടെ അവിശ്വസ്തതയിലും പിന്നീട് ദൈവം ഇങ്ങനെ അനുഗ്രഹിക്കും എന്ന് ചിന്തിക്കരുത്. അതേ കാര്യം തന്നെയാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അവരുടെ അവിശ്വസ്തതയിൽ ദൈവം അവരെ വാഗ്ദാനങ്ങളെ അവഗണിച്ചു എന്നതുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് മാറ്റുമെന്നോ ഇല്ല. ദൈവം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യും, അക്കരെ കയറും. പക്ഷെ എന്ത് ചെയ്യും, എത്ര പേര് കയറി? നമ്മൾ ചിന്തിച്ചു നോക്കി, എത്ര പേര് കയറി അവിടെ? നിങ്ങൾക്കറിയാം ചരിത്രം. അപ്പൊ അത്രേ ഉള്ള കാര്യം. നമുക്ക് ദൈവത്തിൽ നിന്നും പ്രാപിക്കപ്പെടാൻ കഴിയുന്ന സകല നന്മകളും നമ്മുടെ വിശ്വസ്തതയിൽ മാത്രമാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വസ്തതയിൽ ദൈവം നമ്മോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങൾ അവൻ മാറ്റുകയില്ല. എൻ്റെ ഒരു അറിവും എൻ്റെ ഒരു പഠനവും എൻ്റെ അനുഭവമാണ്. പക്ഷേ നമ്മുടെ അവിശ്വസ്തതയിലും ദൈവം വീണ്ടും വിശ്വസ്തനാണെന്ന് പറഞ്ഞ് ഇന്നലകളുടെ നമ്മുടെ ഏതോ ഒരു കണിക, ഒരു തന്മാത്രയായ നമ്മുടെ വിശ്വസ്തത കൊണ്ട് നമുക്ക് എന്തും അവകാശപ്പെടാം എന്നും നമ്മൾ വ്യാമോഹിക്കരുത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. മനസ്സിലായി? ഞാൻ ഈ പറയുന്നതൊക്കെ അടുത്ത കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ലംഘനവും അനുസരണക്കേടും ദൈവത്തിന് നീതി വെളിപ്പെടാൻ സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ദൈവകോപം ഞങ്ങളുടെ മേൽ ചൊരിയുന്നത് തെറ്റല്ലേ? എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനുസരണക്കേട്, ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്ന ആളുകൾ, അതുകൊണ്ട് അനുസരണക്കേട് ഉണ്ടാകും. പിന്നെ ഞങ്ങളുടെ മേൽ ഞങ്ങളിങ്ങനെയൊക്കെ അകന്നു പോകുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം വിളിച്ചിട്ട് ഞങ്ങളുടെ മേൽ ഇങ്ങനെ എപ്പോഴും ഇതിങ്ങനെ ചൊരിയുന്നത് തെറ്റല്ലേ എന്ന് ചിന്തിക്കുക. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പാപവും അവിശ്വസ്തതയും ദൈവവും ഒന്നും എന്ത് ചെയ്യാൻ ഒന്നിച്ചു പോകുന്ന ഒരു സംഗതി അല്ല എന്ന് മനസ്സിലാക്കണം. ദൈവത്തോട് ചോദിച്ചു, ദൈവം നിന്റെ പേരെന്നാണ്? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന വാക്കിന്റെ അടിസ്ഥാനം. ഞാൻ വിശുദ്ധനാണ്. എൻ്റെ പേരിന്റെ അർത്ഥം വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ വിശുദ്ധനായതുകൊണ്ട് ഞാൻ വസിക്കുന്ന ഇടവും വിശുദ്ധമാകും. ഞാൻ വിശുദ്ധി എന്ന നാമകരണത്താൽ അറിയപ്പെടുന്ന ഒന്നാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ദൈവിക പ്രമാണത്തിൽ മാത്രം, പ്രമാണപ്രകാരം മാത്രം. ഇനി നമ്മൾ ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു, ക്ലാസ് അവസാനിപ്പിക്കുക, ഈ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങൾ പഴയ നിയമം മുതൽ ഇങ്ങോട്ട് പഠിച്ചു വന്നാൽ പഴയ നിയമത്തിൽ ഏതൊരു പണിക്കും ഏതൊരു പ്രവൃത്തിക്കും ഒരു തോതുണ്ടായിരുന്നു, ഒരു കൃത്യമായ അളവുണ്ടായിരുന്നു. ദൈവം കൽപ്പിച്ച പ്രകാരം സമാഗമന കൂടാരമാകട്ടെ, സലോമോൻ ദേവാലയമാകട്ടെ, നോഹയുടെ പെട്ടകമാകട്ടെ, എന്ത് പണിയും ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അവർ ചെയ്തിട്ടുള്ള സകല പ്രവർത്തിക്കും ദൈവത്തിന്റെ കണക്കുകളും കണക്കുകൂട്ടലും ദൈവത്തിന്റെ പ്രമാണം ഉണ്ടായിരുന്നു. അത് ചിന്തിച്ചാൽ മതി, ദൈവത്തിന്റെ പ്രമാണം ഉണ്ടായിരുന്നു. ഇനി പ്രവാചകന്മാരാകട്ടെ, പുരോഹിതന്മാരാകട്ടെ, ഇനി രാജാക്കന്മാരാകട്ടെ, രാജാക്കന്മാരെ മാറ്റി വെച്ചേ, അവർ ചെയ്തതും അങ്ങനെ തന്നെയാണ്. ഇനി അവരിന്ന് വ്യത്യസ്തമായിട്ട് പ്രവാചകന്മാർ പറഞ്ഞതും പുരോഹിതന്മാർ ചെയ്തതെല്ലാം ദൈവം പറഞ്ഞ കണക്കനുസരിച്ച്, ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച്, ദൈവത്തിന്റെ നീതി അനുസരിച്ച്, ഒന്നുകൂടി പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രമാണപ്രകാരമായി. ഇനി പുതുനിയമത്തിലേക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റവുമില്ല. ഇത് കൃപായുഗമൊക്കെയാണ്, അതൊക്കെ സംബന്ധിച്ച്. പക്ഷേ ദൈവം തന്നെ നീതി വെളിപ്പെടുത്തണമെങ്കിൽ, ദൈവം തന്റെ നീതിയുമായിട്ട് മനുഷ്യന്റെ ആ അവസ്ഥയുമായിട്ട് സംയോജിക്കണമെങ്കിൽ കൃത്യമായി പ്രമാണപ്രകാരമല്ലാതെ ഒരു പരിപാടിയും നടക്കുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞു തരികയാണ് റോമാലേഖനത്തിന്റെ ഈ വിഷയങ്ങൾ. മനസ്സിലായോ? ഇപ്പൊ നമ്മള് രണ്ടും മൂന്നും അധ്യായത്തിലെ കുറെ ഭാഗങ്ങളാണ് ചിന്തിച്ചത്. നമ്മുടെ ഈ വിഷയാടിസ്ഥാനത്തിൽ പോയാൽ പെട്ടെന്ന് നമുക്ക് ഈ അധ്യായങ്ങൾ തീരാൻ കഴിയും. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്, ഓരോ വാക്കെടുത്ത് പറഞ്ഞാൽ നമ്മൾ തീരത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ വിശ്വസ്തതയുമായി കൂട്ടിയിണക്കാൻ കഴിയുന്ന ഒന്നാണ്. ദൈവത്തെ നമ്മളുമായി ഒന്നിച്ച് നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒറ്റ ഘടകമേ ഉള്ളൂ, നമ്മുടെ വിശ്വസ്തത അല്ലെങ്കിൽ നമ്മുടെ നീതി പ്രവൃത്തി, വിശ്വസ്തത. പഴയ കാലഘട്ടങ്ങളിൽ ദൈവം കൈപിടിച്ച് നടത്താൻ, ദൈവം കൂടെ നടക്കാൻ, ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ മനുഷ്യനെ അനുവദിച്ചിരുന്ന ദൈവം ഈ കാലത്ത് അത് മാറ്റിവെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഗാത്രമൊക്കെ ദൈവത്തിന്റെ ക്ഷേത്രമായി എന്ത് ചെയ്യാ മാറുകയാ. അത് നമ്മുടെ മാത്രയിൽ നമ്മളൊരു സ്തോത്രം പറഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ആ മാത്രയിൽ നമ്മുടെ ഗാത്രം ക്ഷേത്രമായി മാറും കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്തരത്തിൽ ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് മാത്രം ഓർപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പം അടുത്ത ക്ലാസ്സിൽ അധ്യായങ്ങളിലേക്ക് ഇതിന്റെ നോട്ട് ഞാൻ തരുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറായി. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് എടുക്കുവാൻ ഇന്ന് ദൈവം കർത്താവിന്റെ ദാസനെ ശക്തീകരിച്ചല്ലോ. പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ ഉത്സാഹത്തോടെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നല്ലോ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. നാളെ വൈകിട്ട് മാത്യു പി തോമസ് പോയട്രിക്കൽ സങ്കീർത്തന ഭാഷ്യം എന്നുള്ള വിഷയം ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതായിരിക്കും. 9 മണിക്ക് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അവസാനമായി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ സമയത്തിനായി അടിയൻ കർത്താവിന് നന്ദിയോടെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാൻ പരിശുദ്ധനെ ഈ രാത്രി കാലം വളരെ കർത്താവെ ഹല്ലേലൂയ റോമാലേഖനത്തിൽ നിന്ന് ഹല്ലേലൂയ സൈസാർ കർത്താവെ വളരെ കർത്താവെ പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു വരുവാൻ തന്റെ ദാസനെ ദൈവം ഒന്ന് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. ധാരാളം ആത്മീക ദൂതുകളൊക്കെയും കർത്താവ് അതിൽ നിന്ന് ഞങ്ങൾക്ക് പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഒന്ന് സഹായിച്ചല്ലോ നാഥ കർത്താവെ. ഞങ്ങളുടെ അഗപ്പെ ബൈബിൾ കോളേജിനായി സ്തോത്രം കർത്താവെ. ഷായി സാറിനായി സ്തോത്രം കർത്താവെ. ലാലി സാറിനായി സ്തോത്രം കർത്താവ്. ഞങ്ങളെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകർക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേക കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ സഹോദരന്മാരും സഹോദരിമാർക്കായി സ്തോത്രം. അങ്ങയുടെ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ വയൽ പ്രദേശത്ത് കൊള്ളാകുന്ന മക്കളായി തീരുവാൻ, എന്റെ കർത്താവിന്റെ ഹാലിൽ ദൈവരാജ്യത്തിന് വേണ്ടി വളരെ ആദായപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലത്തിന്റെ അകത്തളത്തിൽ പുത്രന്റെ നാമം മഹത്വം എടുത്തുവല്ലപ്പാ. ഹല്ലേലൂയ. കർത്താവ് പ്രാർത്ഥന യാചന കേട്ടനായി സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ തന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി ഉത്തരമരുളുമാറാകണമേ. ആമേൻ 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 ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഇന്നും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും നമുക്ക് കാണാം. മാത്യു പി തോമസ് നാളത്തെ ക്ലാസ് എടുക്കുന്നതായിരിക്കും. താങ്ക് യു.